ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാൻ കേട്ടോ. ഇന്ന് എൻ്റെ മെഡിക്കലുള്ള ദിവസമായിരുന്നു. മെഡിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. റിവർലാൻഡാണ് ദുബായിലെ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നല്ല അടിപൊളി സ്ഥലം. ഇതിൻ്റെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ ആഡൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കൂടുതലായിട്ടൊന്നും. പിന്നെ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് കുറച്ചൊരു ഫീസ് ഉണ്ട്. ഭയങ്കര വലിയ ഫീസൊന്നുമല്ല, ചെറിയൊരു ഫീസാണ്. നമുക്ക് താങ്ങാവുന്നൊരു ഫീസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുന്നത്. പിന്നെ തണുപ്പൊക്കെയാണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ മൊത്തം നടക്കുമ്പോൾ. ബേബീസിനെ കൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കാരണം ബേബീസിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ടേ അവർക്ക് പറ്റിയ കുറേ ഗെയിം സെഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ട്രിപ്പായിട്ട് വരില്ലേ UAE. ഇപ്പം തണുപ്പല്ലേ, അപ്പം അങ്ങനെ അതായത് ഇവിടെ താമസിക്കാൻ വേണ്ടി 4 ദിവസമൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. ഇതിനടുത്തും ഇവർക്ക് സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് പുറത്തുനിന്നൊക്കെ. നമ്മുടെ ആൾക്കാരൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ പേയ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ആരും അങ്ങനെ കൂടുതൽ ഇങ്ങോട്ടേക്ക് പോവില്ല. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാനൊരു ചെറിയ സ്ഥലത്ത് പോവുകയാണെങ്കിലും അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. എക്സ്പ്ലോർ ചെയ്യാൻ മീൻസ് ഞാൻ കാണുന്നേക്കാളും കൂടുതൽ ഞാൻ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. അതിനൊരു ചെറിയ ഭാഗമെങ്കിലും ഞാനിങ്ങനെ കാണിക്കും. ഞാൻ വലിയ ഭാഗമായിട്ട് ഞാൻ കാണിക്കും. അതായത് വലിയ സംഭവങ്ങളൊക്കെ അല്ല, ചെറുതാണെങ്കിലും അതിന് ഞാൻ വലുതാക്കി കാണിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മെസ്സേജ് എങ്ങനെ കൺവേ ചെയ്യാമെന്ന് എനിക്കിപ്പോഴും അറിയില്ല, എന്നാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ തലങ്ങും വിലങ്ങൊക്കെ നിന്ന് എടുത്തു കേട്ടോ. ഇവിടെയാണെങ്കിൽ UAE ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. തലേദിവസം നല്ല മഴയായിരുന്നു. പിന്നെ ദുബായിലൊക്കെ നല്ല വെള്ളക്കെട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മെഡിക്കൽ ആ ദിവസം ആയതുകൊണ്ട് അന്ന് പോകാണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയാണ് പോയത്. പക്ഷേ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല മഴക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴൊക്കെയോ ചെറുതായിട്ടൊന്ന് മഴ ചാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയത്ത് പെടുമോ എന്ന് വിചാരിച്ചു. പിന്നെ തോന്നി വീഡിയോ ഒക്കെ എടുക്കാമല്ലോ, മഴയല്ലേ, നല്ല വൈബായിരിക്കുമല്ലോ. എന്തായാലും നല്ലൊരു മഴക്കാരും ആ ഒരു മൂടിക്കെട്ട് നിൽക്കായിരുന്നു. പിന്നെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. തലേദിവസം തന്നെ ഭയങ്കര തണുപ്പായിരുന്നല്ലോ ഇവിടെയൊക്കെ ഈ മഴ കാരണം. അങ്ങനെ 2025 അവസാനിക്കാറായി. 2025 അവസാന നാളുകളിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, 2025 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അടിപൊളി വർഷമൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ കുഞ്ഞി ഓരോ യാത്രകൾ പോവുക, അവിടുത്തെ വീഡിയോസ് എടുക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ മെയിനായിട്ടുണ്ടായിരുന്നത് 2025. കുറേ വീഡിയോസ് എടുക്കാനും കുറേ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനൊക്കെ പറ്റിയൊരു വർഷമായിരുന്നു കേട്ടോ. അതിന് മുന്നൊന്നും ഞാൻ ഇത്രയൊന്നും ക്യാപ്ചർ ചെയ്യാറൊന്നുമില്ല. വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ ഞാൻ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വ്ളോഗ് കാണുന്ന ആരെങ്കിലും UAE എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും ഇങ്ങോട്ടേക്ക് പോകണം കേട്ടോ. ഇങ്ങനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് പോകണം. പിന്നെ ബേബീസുള്ള ആൾക്കാരാണെങ്കിൽ ബേബീസിനെയും കൊണ്ടുപോകണം. കാരണം കുറേ കുട്ടികൾക്ക് പറ്റിയ സംഭവങ്ങളുണ്ട്. ഞാൻ പിന്നെ എല്ലാം വീഡിയോ എടുക്കാഞ്ഞതാണ്. അതായത് നമുക്ക് എല്ലാവരും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ പലരുടെ ഫേസും ഇതിൽ പതിയും. അപ്പോൾ അവരുടെ അനുവാദമില്ലാണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ അങ്ങനെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ പിള്ളേരുടെയൊക്കെ ആ ഒരു സെഷനിലോട്ട് അവിടെയൊക്കെ പോയെങ്കിലും അവിടുത്തെ വീഡിയോസൊന്നും കാര്യമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ടൊക്കെ പോവാം. നമ്മൾ എന്തിനാണ് മറ്റുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. മറ്റുള്ള സ്ഥലത്തേക്ക് പോകണത് ഓക്കെ, പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളൊന്ന് എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മുടെ ദുബായിലും അബുദാബിയിലും ഒക്കെ പല നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാണുക, മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓക്കെ ആകുമ്പോൾ നമ്മൾ വലിയ പുറത്തോട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോവുക. ഈ ഡിന്നോസറിൻ്റെ സെക്ഷൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാ പിള്ളേരും പോയി തൊട്ട് നോക്കായിരുന്നു. എല്ലാവരുടെ വിചാരം ഇത് ജീവനുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നടക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ കുറേയൊക്കെ നടക്കാൻ മടിയായിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഈ സ്ഥലം ഒന്നുകൂടി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള നടത്തായിരുന്നു കേട്ടോ. നമ്മളവിടെ ഒരു ഉച്ചയ്ക്ക് ശേഷം എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചൂടുമില്ല, നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്, ബെസ്റ്റ് സമയത്താണ് നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് കുറേ കാണാൻ പറ്റി. നമ്മൾ വന്ന സമയത്ത് ഒട്ടും തിരക്കുണ്ടായില്ല. പക്ഷെ ഒരു 4 മണിയോട് അടുത്തപ്പോൾ നല്ല തിരക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നോക്കി ഓരോരോ കൺട്രീസ് മെയിൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടേക്കൊന്നും അധികം ആൾക്കാർ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും എന്താ പറയുക, അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ആരും അങ്ങോട്ട് അറിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങൾ അങ്ങനെയായിരുന്നു. ഇവിടെ ഒരുപാട് കാണാനുണ്ടെങ്കിലും ചില ആൾക്കൂട്ടുണ്ടെങ്കിലല്ലേ അവിടേക്ക് പോവുള്ളൂ. ഇവിടെ ആൾക്കൂട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെ വെറുതെ കുറേ സമയം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ കുറേ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്ന് പോയി. ആദ്യമൊക്കെ മടി പിടിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു നമ്മൾ വന്നതല്ലേ, നമ്മൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തതല്ലേ, നടക്കാം, നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം, വേറെ ഫോട്ടോ എടുക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടോ.
ആ കാണുന്നതിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് നമ്മുടെ വണ്ടർല വീഗാലാൻഡ് ഇല്ലേ, അതിനൊരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെയുള്ള കുറേ ഗെയിമുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ വലിയൊരു എമൗണ്ടാണ് പറഞ്ഞത് ഫീസായിട്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്തിനാ വെറുതെ എന്ന് വെച്ചിട്ട് നമ്മൾ പോയില്ല. കൂടുതൽ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളാണ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ടൊക്കെ നടന്നത് മെയിനായിട്ട് ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഫോട്ടോ ഒന്നും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ അങ്ങോട്ട് നടന്നു. ഈ ഒരു സമയപ്പോഴേക്കും ഏകദേശം ആളുകളൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു അവിടെ. എന്ത് രസമല്ലേ കാണാനായിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. ഈ തണുപ്പാണ് ഭയങ്കരമായിട്ട് പ്രശ്നം. ഇടയ്ക്ക് തണുപ്പ് കൂടുമ്പോൾ ഞാൻ വിചാരിക്കും ചൂട് തന്നെ മതിയായിരുന്നു എന്നുള്ളത്. കാരണം ഭയങ്കര തണുപ്പാണ്. മഴ പെയ്തുകൊണ്ട് കൈയും കാലൊക്കെ വിറച്ചിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഷ്രഗും കോട്ടും സ്വെറ്റർ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും എടുക്കാത്തതിൻ്റെ കുറവാണ് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. എല്ലാവരും എന്താ പറയുക, ഒരു സമയമായപ്പോഴേക്കും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയപ്പോൾ 11:30 സമയത്താണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ 11:30 ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ പുട്ടും കറിയും മുട്ടക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3:45 ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്. KFC പോലത്തെ ഒരു സംഭവമാണ്, വേറൊരു ബ്രാൻഡിൻ്റെ ഒരു സംഭവമാണ് കഴിച്ചത്. അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു പീസ് കഴിച്ചിട്ട് പിന്നെ ഇതിപ്പോൾ ചായ കുടിക്കാൻ നേരമായി. ചായയുടെ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടപ്പോഴാണ് എനിക്കത് പറയാൻ ഞാൻ ഓർത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എടുക്കാനായിട്ട് മറക്കാറുണ്ട്. നല്ല പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ഇതിനൊക്കെയാണ് കേട്ടോ. നമ്മൾ വണ്ടർലയിലൊക്കെ കാണാറില്ല ഇങ്ങനത്തെ റൈഡുകളും കാര്യങ്ങളൊക്കെ. ഗെയിംസ് അല്ല, റൈഡ്സ്. അപ്പോൾ ഇതിനൊക്കെയാണ് നല്ല പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇവിടേക്കൊന്നും പോയില്ല. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പേയ്മെൻറ്റ് കൊടുത്ത് അതിനകത്തിരിക്കുന്നവരുടെ ഒരു അവസ്ഥ എന്തൊരു ടെൻഷൻ പിടിച്ചിട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. ഈ പള്ളിയുടെ അവിടെ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. ആ പള്ളിയുടെ അവിടെ പോയി നല്ല അടിപൊളി കിഡ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. ഡാൻസ് 2-3 പേര് ചേർന്നിട്ട് ഡാൻസ് കളിക്കുന്നു. പക്ഷെ അപ്പോഴും കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാത്രിയാവാൻ സത്യം പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പോൾ ഈ ലൈറ്റുകളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാത്രിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പൂരപ്പറമ്പാണ് ഓർമ്മ വന്നത്. ആ സംഭവമില്ല, ആ വലിയൊരു ഇത് കണ്ടില്ലേ, അവിടുത്തെ ലൈറ്റ് കാണാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തത്. പക്ഷെ അവിടെ അവർ ലൈറ്റ് ഇട്ടത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഭയങ്കര നേരം വൈകിട്ടാണ് അവർ ലൈറ്റ് ഇട്ടത്. നമ്മളിങ്ങനെ നോക്കി ഇവർ എപ്പോഴാണ് ലൈറ്റ് ഇടാൻ നോക്കിയിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും കൊള്ളാമല്ലേ. സത്യം പറഞ്ഞാൽ ഇവർ മെയിനായിട്ട് ക്രിസ്മസിനെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് അടുത്തു എന്നാൽ പോലും ഫുൾ ക്രിസ്മസ് റിലേറ്റഡ് പാട്ടുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പുൽക്കൂട് സെറ്റപ്പിലൊക്കെ ഒരു ക്രിസ്മസ് വൈബ് അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ടീം. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അവിടെയും പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ പോയി നോക്കിയില്ല ആദ്യം. ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും പോയി ഫോട്ടോ ഒക്കെ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി പേയ്മെൻറ്റ് ഇല്ലേ, ഫ്രീ ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് വന്നു. അങ്ങനെ പോയി ലാസ്റ്റ് അതിനുള്ളിലോട്ട് നമ്മൾ കടന്നു കേട്ടോ. അങ്ങനെ കടന്നിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അവിടെ നല്ല എന്താ പറയുക, പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റപ്പിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ സംഭവം. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ ഇതുപോലെയല്ല, നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെ കാണിക്കാത്ത രീതിയിലാണ് ഞാൻ വീഡിയോസ് എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ക്രിസ്മസിൻ്റെ ഒരു വൈബ് ഇത്രയും അധികം ഒന്ന് എൻജോയ് ചെയ്യുന്നത്. എന്തായാലും സംഭവം കിടുവായിട്ടുണ്ടായിരുന്നു. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരില്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചു. നല്ല ഫോട്ടോസും കിട്ടിയിട്ടോ. അപ്പോൾ ക്രിസ്മസ് അപ്പോൾ നമുക്ക് ബായൊക്കെ തന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് കൂടെ അവസാനിക്കാൻ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ബൈ.